അപ്പോൾ ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുന്നവരാണ്, പക്ഷേ ഇതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. അപ്പോൾ കൂട്ടത്തെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല ഒരു മീഡിയം പീസസ് ആയിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുക. ഒത്തിരി ചെറുതായിട്ട് മുറിക്കരുത് കേട്ടോ. നമ്മുടെ ബിരിയാണിക്കാകുമ്പം അത്യാവശ്യം ഒരു വലിപ്പമുള്ള പീസസ് ആയിട്ട് തന്നെ മുറിക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിതിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് പരിപാടികൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് കൊടുക്കും ഈ ബിരിയാണിക്ക്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും ഞാനിവിടെ ഒരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിവിടെ ഫ്രൈ ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നമ്മളിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂസ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. ഇത് നമുക്കൊരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂസ് ഇവിടെ നിന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാഷ്യൂ ഇടുന്ന കൂട്ടത്തിൽ തന്നെ കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പം കിസ്മിസ് പെട്ടെന്ന് അങ്ങ് ആയി വരും, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് ആയി വന്നതിന് ശേഷം മാത്രം കിസ്മിസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം നമുക്ക്. അടുത്തായിട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അത് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ പീസായിട്ട് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചിക്കൻ
ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് മുരിഞ്ഞൊന്നും പോവണ്ട. ജസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിത് ബിരിയാണിയുടെ കൂട്ടത്തിൽ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് അതിൻ്റെ പാകത്തിനായി കിട്ടിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം, തിരിച്ചും മറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതേപോലെ ഫുള്ള് എല്ലാ പീസും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവൻ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒത്തിരി ഫ്രൈ ചെയ്തിട്ടില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുറച്ച് മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ബേ ലീഫ്, പിന്നെ ഒരു 2-3 കഷ്ണം ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു, ഒരു സ്റ്റാർ അനീസ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ചോറ് ആയി വരുമ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ റൈസാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ റൈസ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ റൈസ് നമുക്ക് ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. മുഴുവനായിട്ട് വേവിക്കരുത്. കാരണം ഇത് മുഴുവൻ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോഴത്തേക്കും റൈസ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും. അപ്പം നമുക്കൊരു 3/4 ഭാഗം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ വേവണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊന്ന് ഊറ്റിയെടുത്ത് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5 ഏലക്ക, ഒരു ബേ ലീഫ്, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, അതേപോലെ ഒരു 5-6 ഗ്രാമ്പു, ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഇവിടെ ഒരു മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ. നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള, അത് നമുക്കിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ നേരത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, അതേപോലെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഫ്രൈഡ് ഓണിയൻ ഇട്ടിട്ട് ഈ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഗ്രേവി, ഈ ഓണിയനും ആ ഗ്രേവി എല്ലാം കൂടെ ചിക്കനിലിട്ട് നന്നായിട്ട് ആവുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് 1 കപ്പ് വെള്ളം ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാല, ഈ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചിക്കൻ നമ്മളിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2-3 ലെയറായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ ലെയറായിട്ടാണ് ചോറ് ഫുള്ള് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറൊന്ന് ആയി വരുമ്പോഴത്തേക്കും ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ബാക്കി ഒണിയൻ ഉണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ഉണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്തിട്ട് വേണം എപ്പോഴും ദം ചെയ്യാനായിട്ട്. അപ്പം നെയ്യുടെ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട്
പഴയ ഒരു പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതിനിടയിൽ തുറന്ന് നോക്കുകയൊന്നും ചെയ്യരുത്. ദം ചെയ്ത് 10 മിനിറ്റ് ആയതിനു ശേഷം മാത്രമേ പാത്രം നമുക്ക് തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ 10 മിനിറ്റ് ദം ചെയ്തെടുത്തതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ദമ്മായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്രേവിയുടെയും എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് സെർവ് ചെയ്യാം. പിന്നെ നമ്മുടെ പൊരിച്ച കോഴിയുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ പറയുമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, ഒരു വെറൈറ്റിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.